ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഈ അവരുടെ പ്രശ്നം ആദ്യം പറയാം. അവർ ഉടമ്പടി ചെയ്യാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതായത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ചിലപ്പോൾ അത് ബാധകമാകും. അവർക്ക് ഉള്ളൊരു വിഷയം ജപ്തിയാണ്. ഇപ്പം മാർച്ച് മാസം കഴിഞ്ഞില്ലേ ഇപ്പോൾ അല്ലേ? മാർച്ച് മാസം എല്ലാവർക്കും ഇപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ പേപ്പർ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവർക്ക് ജപ്തി പേപ്പറല്ല വന്നത്, ജപ്തിയാണ് വന്നത്. കൃപാസനത്തിൽ ജപ്തി വന്ന അയാൾ അന്ന് തന്നെ കാണും. പിന്നെ അയാളെ മാറ്റി വെക്കത്തില്ല. അടിയന്തര വിഷയങ്ങളെല്ലാം കാണും. നിങ്ങൾ ഉടമ്പടി ഒന്ന് പുതുക്കി കറക്റ്റായിട്ട് നിന്നാൽ മതി. ഉടമ്പടി ബേസ്ഡായിട്ട് നിങ്ങൾ സിൻസിയറാണെന്ന് ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് തോന്നിയാൽ നിങ്ങളുടെ ഏത് വിഷയവും ഏത് സമയത്തും എടുക്കും. വിഷയത്തിനാണ് പ്രാധാന്യം, വ്യക്തികൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാധീനവും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രീതിയിൽ നമുക്ക് ഉടമ്പടിയിലേക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് റെക്കമെൻഡേഷൻസ് ഒന്നും സ്വീകരിക്കാത്തത്. നിങ്ങൾക്ക് വിഷയം ഓഫീസിൻ്റെ പറയുക, അത് കറക്റ്റായിട്ട് അവർക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉടമ്പടി ഫിറ്റാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ കാണാൻ പറയും. ഉടമ്പടി ഫിറ്റായി നിർത്തണം എപ്പോഴും. കാര്യം അങ്ങനെയാണ് ഈ ആൾക്കാർ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞു കൂട്ടണത്. സുനിൽകുമാർ, വിഴിഞ്ഞം ഫൊറോണ, ട്രിവാൻഡ്രം. അപ്പം അയാളുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ ബിന്ദു ആൻ്റിയുടെ പ്രശ്നം തന്നെ പോലെ തന്നെ ഈ സുനിൽകുമാറിൻ്റെ പ്രശ്നമൊക്കെ റീസെൻ്റ് ഉടമ്പടി ഇന്നലെയും മെനയുന്നതായിട്ട് പറഞ്ഞു പോയ സാക്ഷ്യങ്ങളാണിതെല്ലാം. അതായത് സുനിൽകുമാറിൻ്റെ സാക്ഷ്യം, അതായത് അയാളുടെ പ്രശ്നം പറഞ്ഞുതരാം. ഒന്ന്, പുള്ളിയുടെ വീട് ഉറഞ്ഞിട്ട് കമ്പിയെല്ലാം പുറത്ത് കാണുന്നു. വിഴിഞ്ഞം അതുപോലെ തന്നെ ആലപ്പുഴ, കൊല്ലം മേഖലയിലൊക്കെ കടലോരത്ത് താമസിക്കുമ്പോൾ അല്പം കമ്പി പുറത്ത് വന്നാൽ മതി, ഉപ്പുകാറ്റിൽ പെട്ടെന്ന് തുരുവിച്ച് അടന്നടന്ന് വീഴും. നമ്മൾ എത്ര ഭംഗിയായിട്ട് ചെയ്താലും ഭയങ്കര കഷ്ടപ്പാടാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട് അങ്ങനെ വന്നത്, അദ്ദേഹം പറയണത് 12 വർഷമായി എൻ്റെ വീട് ഇങ്ങനെ ഉറഞ്ഞ് കമ്പി പുറത്ത് കാണുമ്പോൾ ഉപ്പുകാറ്റടിച്ചിട്ട് അത് തുരുമ്പിച്ചിട്ട് അത് അടന്നടന്ന് വീഴും. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 5.5 ലക്ഷം രൂപ കടമുണ്ട്. അതാണൊരു പ്രശ്നം. അപ്പോൾ വീട് ഒരു പ്രശ്നം, പിന്നെ എന്താണ്, കടം വേറെ പ്രശ്നം. ഇനി കൊറോണയാണ്, അതുകൊണ്ട് ജോലിയില്ല. ആർക്ക്? അപ്പനും ഇല്ല ജോലി, മകനെയും ജോലിയില്ല. രണ്ടുപേർക്കും ജോലി വേണം. ഇതാണ് വിഷയം. അപ്പോൾ ഇത് വെച്ച് അദ്ദേഹം ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ കോവിഡ് കാലമാണെങ്കിലും ഉടമ്പടി അദ്ദേഹം കൃത്യമായിട്ടാണ് ചെയ്യണത്. കാര്യം ഇതിനിടയ്ക്ക് മകൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് നടക്കുക അപ്പ എന്നുവെച്ചാൽ അവന് ഈ ഗവൺമെൻറ് ജോലി വേണം, അതാണ് പ്രശ്നം. അതേ സമയത്ത് അതുകൊണ്ട് തന്നെ അപ്പൻ പറയും, നീ ഇത് കൃത്യമായിട്ട് എൻ്റെ കൂടെ ഒന്ന് കൂട്, അമ്മ ഇത് നിനക്ക് ചെയ്തു തരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വത്തെന്ന് പറഞ്ഞാൽ, ഈ സുനിൽകുമാറിൻ്റെ സ്വത്തെന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസമാണ് അയാളുടെ സ്വത്ത്. അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. 5.5 ലക്ഷം രൂപ കടമുണ്ട്, പിന്നെ നിത്യവരുമാനം. അയാൾക്ക് ഒരു കടയുണ്ട്, ആ കടയിൽ ഇരുന്നിട്ട് കച്ചവടം ശരിയാകാനില്ല. അതുകൊണ്ട് അയാൾ വേറെ പണിക്ക് കരത്തൊഴിലിന് പോയി. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. ആ സമയത്ത് വൈഫ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സാധാരണ കുടുംബം, പക്ഷേ സകലവിധ പ്രശ്നങ്ങളുള്ള ഒരു കുടുംബമാണ്. പക്ഷേ എനിക്ക് ആ സാക്ഷ്യം കേട്ടപ്പോൾ തോന്നിയത്, സുനിൽകുമാർ ആ സാക്ഷ്യത്തിനോട്, ആ ഉടമ്പടിയോട് പക്ക പെർഫെക്റ്റായിട്ട് ഫിഡേലാണ്. പുള്ളി ഭയങ്കര ഫിഡേലാണ്. വെച്ചാൽ കൃത്യമായിട്ട് അത് ഉടമ്പടി വിഷയങ്ങൾ കൃത്യമായി തൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തുമെന്ന് അദ്ദേഹം പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഉടമ്പടി ചെയ്യും. ആ സമയത്ത് ചില ആൾക്കാരുടെ പ്രത്യക്ഷ പ്രാർത്ഥനയുടെ സമയം തെറ്റിപ്പോവും, ചിലർ പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ വൈകും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് അത് അങ്ങനെ വൈകുന്നതനുസരിച്ച് എന്താ സംഭവിച്ചാൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഒരു വെള്ളം ഡയലൂട്ട് ഫോമിലാണ് ഇതെല്ലാം വൈകണത്. അല്ലെങ്കിൽ വൈകത്തില്ല. നമുക്ക് ചെയ്യാം, ശരിയാവുന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളൊക്കെ കൊണ്ട് വീട്ടിൽ വെക്കും, പള്ളിയിൽ പോവും. കത്തോലിക്സ് ആണെങ്കിൽ പള്ളിയിൽ പോയി കുമ്പസാരിക്കാം, അച്ഛനുണ്ടോ എന്ന് നോക്കും, അച്ഛനില്ല, തിരിച്ചു പോരും. പിന്നെ നാളെ പോകാമെന്ന്, അടുത്ത ആഴ്ച ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഓരോ ഉടായ്പകൾ പറഞ്ഞ് പതുക്കെ ഈ സംഭവം ലാഗ് ചെയ്തുകൊണ്ടെടുക്കും. ഇത് ലാഗ് ചെയ്യുന്ന കൊണ്ടാണ് നിങ്ങളുടെ വിഷയം ലാഗ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കണം. അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, വളരെ
കൃത്യമായ വളരെ കൃത്യമായ വിശ്വാസത്തോടെ അങ്ങയോട് ചെയ്ത ഉടമ്പടി നടപ്പിൽ വരുത്താൻ ആവശ്യമായ സൂക്ഷ്മതയുള്ള വിശ്വാസത്താൽ എന്നെ നിറക്കണമേ. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്വരത്തില് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ പെട്ടെന്ന് തന്നെ സുനിൽകുമാറിൻ്റെ മകന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി. അദ്ദേഹത്തിന് ജോലി കിട്ടി, ഒറ്റാഴ്ചക്കുള്ളിൽ ജോലി കിട്ടി. പക്ഷേ ജോലി കിട്ടിയെങ്കിലും അവിടെ ഒരു എക്സർസൈസിൻ്റെ ഭാഗമായിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ഇവിടെ എവിടെയോ പോലീസിലോ മറ്റേ CRP അങ്ങനെ ഫോഴ്സിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജോലി കിട്ടിയ ഉടനെ എൻ്റെ എക്സർസൈസ് വന്ന് 50 കിലോ ഉള്ള ചാക്ക് ഇങ്ങനെ ചുമന്നുകൊണ്ട് മുതുകത്ത് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇടറിപ്പോയി, ഒടിഞ്ഞുപോയി. ഇവിടെ 50 കിലോ ചാക്ക് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇവിടുത്തെ പിൻകഴുത്തിൽ അസ്ഥി ഇങ്ങനെ വിട്ടുപോയി. അവിടെ ഒരു അള പോലെയായിപ്പോയി. അപ്പോൾ ചില സമയത്ത് എങ്കിലും അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, ഇത് ശരിയാകും അപ്പാ, ഇനി എൻ്റെ ജോലി പോകുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് സുനിൽകുമാർ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം ആ വിട്ടുപോയ സ്ഥലത്ത് ആ ഗ്യാപ്പിൽ വിശ്വാസപ്രമാണം ചൊല്ലി തേച്ചുകൊണ്ടിരിക്കും. 2 ദിവസം 2 ആഴ്ച പ്രാർത്ഥിച്ച്. അപ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോൾ വിശ്വാസത്തിൽ എങ്ങനെയാണ് ആ മനുഷ്യനെ കൈകാര്യം ചെയ്യണത്? അത്ര വലിയ പ്രായമുള്ള ആളൊന്നുമില്ല, 40 വയസ്സ് കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ ആ മനുഷ്യൻ്റെ പക്ഷേ വിശ്വാസം കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഫെയ്ത്താണ്. അതുകൊണ്ടാണ് എൻ്റെ അകത്ത് കൃത്യമായിട്ട് ഈ ഉടമ്പടി തൈലം ഈ മനുഷ്യൻ വിശ്വാസപ്രമാണം ചൊല്ലി ഈ പിൻകഴുത്തിലെ കുഴിയിൽ തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കുരിച്ചിട്ട് അത് നമ്മൾ വിചാരിക്കുന്ന സമയത്തിനേക്കാൾ നേരത്തെ അത് നികന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അപ്പോൾ പിന്നെ അദ്ദേഹം ആ ഉടമ്പടി ഫോളോ ചെയ്ത് അങ്ങനെ പോവുകയാണ്. അപ്പോഴേ അദ്ദേഹത്തിൻ്റെ അപ്പം മരിക്കും. അപ്പോൾ ഒരു ഉടമ്പടി ഫോളോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന കാഷ്വാലിറ്റീസ് വിശ്വാസി എങ്ങനെ കാണുന്നു, അവിശ്വാസി എങ്ങനെ കാണുന്നു, അതൊരു വിഷയമാണ്. അപ്പോൾ നിങ്ങളവർക്ക് അപ്പനത് പ്രായമുള്ള അപ്പനാണ്. പക്ഷേ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് ഇയാളോട് ഒരു 5000 രൂപ ചോദിച്ചായിരുന്നു അപ്പൻ. അങ്ങനെ ചോദിക്കുന്ന ആളല്ല. അതായത് എല്ലാം തൻ്റെ ഒരു രീതിയിൽ തന്നെ ആരുടെ മുമ്പിലും മക്കളുടെ മുമ്പിൽ പോലും കൈ നീട്ടാതെ ജീവിക്കണം എന്നുള്ള അഭിമാനമുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ കൂടിയ അഭിമാനമാണെന്ന് നമുക്കറിയത്തില്ല, അത് ഓരോരുത്തരുടെ നിലപാടാണത്. അപ്പോൾ അദ്ദേഹം 5000 രൂപ കൊടുത്തു. പെങ്ങളും അപ്പന് 5000 രൂപ കൊടുത്തു. കാര്യമൊന്നുമില്ല, അവരുടെ വീട്ടിൽ താമസിക്കുന്ന ആളാണ്. ചെറുക്കൊക്കെ ഇത്തിരി കാശ് കൈ ഇരിക്കണമെന്ന് എപ്പോഴും തോന്നത്തില്ലേ? അപ്പം അങ്ങനെ തോന്നുന്നില്ല. അപ്പന്മാർക്ക് പ്രായമുള്ളവർക്ക് പ്രത്യേകിച്ച് തോന്നും. അപ്പം അത് അങ്ങനെ എന്തൊരു സെക്യൂരിറ്റി പ്രോബ്ലമാണ് കൊടുത്ത്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്പം മരിച്ചു. അപ്പോൾ നമ്മൾ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പനെ അടക്കി എല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ച് പുള്ളി വരുമ്പോൾ അപ്പൻ്റെ പാസ്ബുക്കിൽ എഴുതി കൊടുത്തിരിക്കുകയാണ് ബാങ്കിൽ 5.5 ലക്ഷം രൂപ എൻ്റെ മകൻ, എൻ്റെ കയ്യിൽ ആസ്തി 5 ലക്ഷം രൂപയുണ്ട്, അത് എൻ്റെ കാലത്തിന് ശേഷം എൻ്റെ മകന് കൊടുത്തേക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ സംഭവം വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയാണ് കടം. അദ്ദേഹത്തിൻ്റെ കടം 5 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ പണം വാങ്ങിച്ചിട്ട് കുറേ സ്വർണ്ണം അപ്പൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് മക്കൾക്ക് 2 കൂടി എഴുതി വെച്ചിരിക്കുകയാണ്. പെങ്ങൾക്ക് കെട്ടിച്ചു വിട്ട പെങ്ങളുണ്ട്, അവക്കും ഇയാളുടെ പെൺകുഞ്ഞുങ്ങളുണ്ടാകും ചിലപ്പോൾ. അയാൾക്കും കൂടി അപ്പൻ എഴുതി വെച്ചിട്ട് അപ്പം മരിച്ചു. അപ്പോൾ അതെല്ലാം മാതാപിതാക്കന്മാരുടെയൊക്കെ എന്ത് ജസ്റ്റായിട്ടാണ് ചെയ്യണമെന്നറിയാം. അവർ വളരെ കൃത്യമായിട്ടാണ് ചെയ്യണത്. ആ 5 ലക്ഷം രൂപ എടുത്ത് അയാളുടെ കടം മേടി. ഇതെല്ലാം നടക്കുന്നത് ഒരു 3 മാസത്തിനുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷെ അതല്ല, ഒരു മകൻ്റെ അപകടം, അപ്പൻ്റെ മരിപ്പ്, ഇങ്ങനെയുള്ള കാലാവസ്ഥ ഭേദങ്ങൾ. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണ്? കാലാവസ്ഥ ഭേദമല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്നും പറഞ്ഞ് അനുഭവിക്കുന്നത് എന്താണ്? ഗ്ലോബൽ വാർമിംഗ്.
അതാണല്ല പൊതുവായിട്ട് തോന്നുമ്പോഴൊക്കെ മഴ പെയ്യണത്. ഒക്കിയൊക്കെ വന്നത് അങ്ങനെയല്ലേ. ഭൂമി ചൂട് പിടിക്കുന്നത് കൊണ്ടാണ് ഗ്ലോബൽ വാർമിങ്. അപ്പോൾ എന്നാ സംഭവിക്കുന്നത്? ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ ഭേദങ്ങൾ വരും. അതുകൊണ്ട് തോന്നുമ്പോൾ കടൽ കയറും, തോന്നുമ്പോൾ പ്രളയം ഉണ്ടാകും. ഇങ്ങനെ നമുക്ക് ഒരു സെക്യൂരിറ്റി പോകുന്ന അവസ്ഥ. സെക്യൂരിറ്റി പോകുമ്പോഴും എപ്പോഴും നമ്മൾ ഇതുപോലെ ജീവിതത്തിലും ഉണ്ടാവും. കൃപാസനം മാതാവ് കാലാവസ്ഥാ ഭേദത്തിൻ്റെ മാതാവാണ്. അതിപ്പോൾ നിങ്ങളറിയാം, കാലാവസ്ഥാ ഭേദം, ക്ലൈമറ്റ് ചേഞ്ച്, ലൈഫിൽ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ എന്തുകൊണ്ടാണ് കാലാവസ്ഥാ ഭേദത്തിൻ്റെ മാതാവാണെന്ന് പറയാൻ കാരണം 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ തന്നെ, ഞാൻ അന്ന് ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അന്ന് കർത്താവ് എൻ്റെ കൂടെ മുമ്പിലിരിക്കുന്നുണ്ട്. ആരാധന നടക്കുന്ന സമയമാണ്. ഇതുപോലെ ഇത്രയും ആളൊന്നും ഇല്ലായിരുന്നു അന്ന്. 12,000 ആളെ അന്ന് ഹോളേ ഉള്ളൂ നമ്മൾക്ക്. ഇതൊന്നും ഇല്ലായിരുന്നു. ഇതൊന്നും സിറ്റുവേഷൻ പിന്നീട് വന്നതാണ്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുകയായിരുന്നു, വേറെ ആൾക്കാർ. അവർ നമുക്ക് വിലക്ക് തന്നിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കിട്ടിയത്. അപ്പോഴേ ഇത് ഈ ഹോളിൽ നടക്കുന്ന സമയത്ത് അതേ അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കണം. കൈ നെഞ്ചത്തൊരു ക്ലോക്കിരിക്കുന്ന 10-8 സൂചി കാണിക്കണം. എന്തോ അപകടം ദുരന്തമുണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓൺ ദി സ്പോട്ടിൽ മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അന്ന് കണ്ട മാതാവ് എന്താ? സിൽവർ ഗ്രേയിലെ മാതാവാണ്. കലുഷിതമായ മേഘവിധാനത്തിൽ നിൽക്കണം. ഈ അമ്മയുടെ കളർ കണ്ടില്ലേ? സിൽവർ ഗ്രേ ആണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ സുനാമി അമ്മ ദുരന്തമുണ്ടാകണമെന്ന് അമ്മ പറഞ്ഞതിന് അത് അമ്മ ഡിസംബർ 7-ാം തീയതിയാണ് പ്രത്യക്ഷപ്പെട്ടിട്ട് മെസ്സേജ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഈ ഡിസംബർ 26 സുനാമി വരണത്. സുനാമിയുടെ 2ാമത്തെ തിരയും കഴിഞ്ഞിട്ട് 3ാമത്തെ തിരയ്ക്ക് ഞാൻ കടലറ്റത്ത് നിൽക്കുന്നുണ്ട്. പട്ടാകാലമ്പോൾ ആളാണ്. ഒത്തിരി ആൾക്കാർ വീട്, സ്ഥലം, കോഴി, പശുവിനെയൊക്കെ എടുത്തുകൊണ്ട് ഓട്ടോറിക്ഷയിലൊക്കെ ഓടുന്നുണ്ട്. ഈ ജനം നാട് വിട്ടു പോകുന്നൊരു കാഴ്ച കാണുന്നത് ഭയങ്കര ആദ്യമായിട്ട് നമുക്ക് കാണുന്നത്. യുദ്ധം ഉണ്ടാകുന്നതിനേക്കാളും യുദ്ധം ഉണ്ടായ എവിടെയെങ്കിലും എടുത്ത് മിസൈൽ വീഴുമെന്നല്ലേ ഉള്ളൂ. കടൽ കയറണം അങ്ങനെയല്ലല്ലേ, മൊത്തം അങ്ങോട്ട് കയറുകയല്ലേ, എല്ലാ ജില്ല ബേസ് കയറി പോവുകയല്ലേ. അപ്പോൾ ഈ മൊത്തം ഈ തീരദേശം ഇങ്ങനെ ജീവനും കൊണ്ട് ഓടുന്നൊരു കാഴ്ച ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ ഞാൻ ഓടാനൊന്നും പോയില്ല. ഞാൻ ഇടയ്ക്കൊക്കെ അത് ആ അനുഭവസാക്ഷി ഇടയ്ക്ക് പറയാറുണ്ട്. പോകാതെ കന്യാസ്ത്രീമാരവിടെ ഈ 10,000-2,000 ആൾക്കാരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഈ മദർ തെരേസയുടെ കുറച്ച് കന്യാസ്ത്രീമാരുണ്ടായിരുന്നു, എൻ്റെ മഠത്തിൽ നിന്ന് വന്നവരായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ അവരോട് പരിചയം ഉണ്ടാകാൻ ഞാൻ അവരോട് പറഞ്ഞൊക്കെ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഈ 3ാമത്തെ സാധനം വന്ന് കയറിയ വീടെല്ലാം നാട്ടുകാരെല്ലാം ഒഴുകിപ്പോയി മരിച്ചു പോകും. കാണത്തുകൂടിയില്ല, എവിടെ പോകണമെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ആന്ധ്രയിൽ മരിച്ചൊരു ആലപ്പുഴ അടിഞ്ഞു അന്നത്തെ കാലത്ത്. ആളറിയാൻ പാടില്ലാതെ അവർക്കറിയത്തില്ലേ, അവർ എഴുതിക്കൂട്ടിപ്പോയി. അപ്പോൾ ഇതാണ്, എന്തെങ്കിലും സംഭവിച്ച ആരുമില്ലേ, അതെപ്പോഴും നമ്മൾ ഓർത്ത് ജീവിക്കണം. നമുക്ക് ആരോ ഉണ്ട്, എന്തോ ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു സ്വപ്നം പോലെ ഉള്ള ഒരു സെക്യൂരിറ്റിയാണ്. ദൈവം മാത്രമേ നമ്മുടെ കൂടെയുള്ളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ആ വലിയ ബോധ്യത്തിലൂടെ ഈ ഉടമ്പടി ധ്യാനത്തിൽ ഞങ്ങൾ നയിക്കുന്ന നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഉൾക്കാഴ്ചകള് ഞങ്ങൾക്ക് അഭിഷേകമായി ആന്തരിക ബോധ്യം നൽകണമേ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക, നിങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേ സ്നേഹിക്കുവാൻ ഈ നിമിഷം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വിധത്തില് ഞങ്ങൾക്ക് വചനം നൽകണമേ, പ്രാർത്ഥന നൽകണമേ. ഞങ്ങളുടെ നാവിനെ, കർണപുടങ്ങളെ അങ്ങയുടെ ആണിപ്പെടുതാർന്ന വലത് കരത്താൽ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ സുനിൽകുമാറിൻ്റെ ഫെയ്ത്തിൻ്റെ ഘടന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അച്ഛനും ഒരേ സാക്ഷ്യം, ഒരു ടൈപ്പ്
സാക്ഷ്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. എല്ലാ സാക്ഷ്യങ്ങളും ചിലപ്പോൾ എടുക്കുന്നത് ഉടമ്പടി കണ്ടൻറ്റുകളുള്ള സാക്ഷ്യങ്ങളാണ് ഞാൻ സാധാരണ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ സുനിൽകുമാർ തൻ്റെ ജീവിത തകർച്ചയ്ക്ക് പ്രയോഗിച്ചിരിക്കുന്ന ഫെയ്ത്തിൻ്റെ ഘടന എന്താണ് ഘടന? അതായത് ഫെയ്ത്ത് തന്നെ നമുക്കറിയാമല്ലോ, വിശ്വാസം പലതരത്തിലുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ മരങ്ങളില്ലേ, പലതരത്തിലില്ലേ. ഇപ്പം ചിലപ്പോൾ ആഞ്ഞിലിയാണെങ്കിൽ വെള്ളം കൂടും ഇല്ലേ, ഇട്ടിക്ക് വെള്ളം ഉണ്ടാകത്തില്ല. തെങ്ങിനാണെങ്കിൽ മുറിച്ച് കഴിഞ്ഞാൽ നടുക്ക് ചോറായിരിക്കും അല്ലേ. ഇതുപോലെ വിശ്വാസവും നമ്മൾ അതിൻ്റെ പരിച്ഛേദം എടുത്തു കഴിയുമ്പോൾ ചില വിശ്വാസം പുറമേ നല്ല കാതലായിരിക്കും, പക്ഷെ അകത്ത് ചോറായിരിക്കും. അതാണ് വിഷയം വേണ്ടത്. ഇത് മുഴുവൻ കാതലായിരിക്കണം വിശ്വാസത്തിലെ. അതിന് കാഷ്വാലിറ്റി ഇടയ്ക്കൊക്കെ ഉണ്ടാവും. വിശ്വാസം ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാവും. മകൻ്റെ കഴുത്തൊടിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ അപ്പം മരിച്ചു, പക്ഷേ ആ മനുഷ്യൻ്റെ വിശ്വാസം മരിക്കണില്ല. വിശ്വാസം അതേ സ്റ്റൈലിൽ തന്നെ കൊണ്ടുപോകുന്നു. പക്ഷേ ഇതിൻ്റെ അവസാനം ഇദ്ദേഹം തിരിച്ചറിയും. എന്താണ്? എല്ലാ തരത്തിലൂടെയും ദൈവം അദ്ദേഹത്തിനെ പരിപാലിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിന് മാറ്റമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ ആലപ്പുഴക്കാരൻ ഒരു ജോബി ജോർജ് ഒരു സാക്ഷ്യം പറഞ്ഞ്, അപ്പോൾ ജോബി ജോർജിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഘടന പറഞ്ഞു തരാം. അപ്പോൾ അദ്ദേഹം ഒരു 6 വർഷം മുമ്പ് 6 വർഷം ഉടമ്പടിക്ക് മുമ്പ്, ഉടമ്പടി ഉണ്ടാകുന്നത് 16 അതിന് മുമ്പ് അദ്ദേഹം ഇവിടെ കൗൺസിലിങ്ങിനൊക്കെ വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ഥലം എടുക്കണം. അപ്പോൾ അദ്ദേഹം പണ്ട് കാറ്റഗിസം ടീച്ചറൊക്കെ ആയിരുന്നു, പിന്നീട് ഗൾഫിൽ പോയി എൻജിനീയറാണ്. നമ്മുടെ ഈ സ്ഥാപനം ഈ നിത്യാരാധന ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. പുള്ളി അന്ന് എൻജിനീയറിംഗ് ആയിട്ട് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് ഞാൻ നീ വർക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു അന്ന്. അപ്പോൾ അദ്ദേഹം പിന്നീട് ഒരു സ്ഥലം എടുക്കാൻ പോയപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, ഈ സ്ഥലം എടുക്കാൻ പറ്റുമോ, എനിക്കവിടെ വീട് വെക്കാനാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് രണ്ടും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് മെസ്സേജ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വീട് വെക്കണത് സെക്കൻഡ് കേസാണ്, നീ സ്ഥലം എടുക്കാൻ പറഞ്ഞ്. വീട് വെക്കണത് സെക്കൻഡ് കേസ്. നമ്മളൊരു ദൈവ പൈതലാണെങ്കിൽ ദൈവത്തെ ആശ്രയിച്ച് മാത്രമേ ജീവിക്കത്തുള്ളെന്ന്, ദൈവം തന്നാൽ തിന്നു അല്ലെങ്കിൽ പട്ടിണി ഇരിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ. ചിലരുടെയൊക്കെ ഒരു നിലപാടാണ് വിശ്വാസം എന്ന് പറയണത്. ബേസിക്കായിട്ടൊരു നിലപാടാണ്. ദൈവം തന്നാൽ തിന്നും അല്ലെങ്കിൽ പട്ടിണി ഇരിക്കും. ചില ആൾക്കാർ ദൈവം തന്നില്ലെങ്കിൽ സത്താം വർഷപ്പോഴാണെങ്കിലും പോയി കാര്യം സഹിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ല. അതാണ് ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം അതായത് നിങ്ങളുടെ കറക്റ്റ് ആൾക്കാരാണ്, അകത്ത് ചോറാണ് എന്നൊക്കെ ദൈവം പരിശോധിക്കും. അതെപ്പോഴും ഈ പരിശോധന എപ്പോഴും പറയണത് അത്ര സുഖമുള്ള ഒരു ഫോർമാറ്റിലല്ല. ഇപ്പം അയാൾക്കിടെ കഴുത്തൊടിഞ്ഞില്ലേ അല്ലേ, മകൻ അപ്പം മരിച്ചില്ലേ. അപ്പോൾ പരിശോധനകൾ വരണത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കാതലാണോ അത് ചോറാണോ ഈ മരത്തിനെ ഉള്ളത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത്, ആലപ്പുഴത്തെ ഭാഷയിൽ ഞാൻ പറയണത് ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെങ്ങിൻ്റെ അകത്തിരിക്കുന്ന ബലമില്ലാത്ത മൂക്കാത്ത അവസ്ഥക്കാണ് ചോറ്. ആഞ്ഞിരിക്ക് വെള്ള എന്ന് പറയും. പിന്നെ വെള്ള എന്ന് എല്ലാവരും പറയുന്നുണ്ട് അല്ലേ. ആഞ്ഞില്ല വെള്ള അച്ചക്ക് ഉച്ചുകുത്തി പോകുന്നത്, കുറച്ച് കഴിയുമ്പോൾ അത് ഉച്ചുകുത്തി പോകും. അപ്പോൾ വിശ്വാസത്തിൽ ഉച്ചുകുത്തുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ ദൈവം എപ്പോഴും ഇതിനെ ഉറപ്പിച്ചു നിർത്തി. തെങ്ങിനെ എങ്ങനെയാണ് ദൈവം ഉറപ്പിക്കുന്നത്? ദൈവം അതിനെ ആട്ടിയാണ് ഉറപ്പിക്കുന്നത്. കാറ്റൊക്കെ വന്ന് പിടിച്ചിട്ട് അതിങ്ങനെ ആടി ആരിൻ്റെ ഫൈബറിലല്ല നിൽക്കണത്. ഇങ്ങനെ കുറേ നാൾ ആടിക്കഴിയുമ്പോൾ മുകളിലുള്ള ഫൈബറെല്ലാം ബലമുള്ളതായി മാറും. നമ്മളതിനെ ആരെന്നാണ് വിളിക്കണത്. ദൈവം അത് കറക്റ്റ് ഫൈബറാണ്. പക്ഷേ വെറുതെ ഫൈബർ ബലം പിടിച്ചിരിക്കത്തില്ല. അതിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തെങ്ങിൽ നിന്ന് ആടാൻ കണ്ടിട്ടില്ലേ, കാറ്റൊക്കെ പിടിക്കുമ്പോൾ. അങ്ങനെ ഇതുപോലെ നമ്മുടെ വിശ്വാസവും ദൈവം ഇങ്ങനെ ഇടയ്ക്ക് ആട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആട്ടുന്ന കാരണം പൗത്രോസ് എന്താ പറയണത്, നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കണമെന്ന് പറയും. എപ്പോഴും ഉറപ്പിക്കണമെന്ന് പറയണത് ഒരു വളരെ അപകടകരമായ സ്ഥലത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഉണർവോടുകൂടി വിശ്വാസം പറയുമ്പോഴാണ് വിശ്വാസം ഉറക്കണത്. ആ സമയത്ത് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, നിങ്ങൾക്ക് സങ്കടമായി, നിങ്ങൾ കുടുംബപ്രാർത്ഥന മുടക്കി അല്ലെങ്കിൽ കുർബാന മുടക്കി, പിന്നെ ദൈവമെന്ന് വിളിക്കുന്നത് ഞാൻ ദൈവം വിളിച്ചിട്ട് എൻ്റെ വിളിയൊന്നും കേൾക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ദൈവത്തിന് സൈഡ് ലൈൻ ചെയ്യും. അപ്പോൾ അതോടുകൂടി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ജയിക്കും അല്ലെങ്കിൽ നിങ്ങൾ തോക്കും. അത് നിങ്ങളുടെ ജ്ഞാനം അനുസരിച്ചിരിക്കും. പിടികിട്ടില്ലേ? ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ തോക്കും. ഇപ്പോൾ അവന് വേണ്ടി ഇപ്പോൾ സുനിൽകുമാറിന് വേണ്ടി പറയാമായിരുന്നു, എന്താണ് എനിക്ക് ആപ്പിളൊരു മകനാണ് ഉള്ളത്, അവൻ്റെ കഴുത്തൊടിഞ്ഞല്ല എന്ന് വേണേൽ പറയാമായിരുന്നു.
പക്ഷേ അത് പറയത്തില്ല. അയാളത് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ഒരു വകുപ്പാക്കി മാറ്റിക്കളയും. വിശ്വാസം വളരണത് ഇങ്ങനെയാണ്. വിശ്വാസം നമുക്ക് സംഭവിക്കുന്ന വിഷയങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാക്കി എടുക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴേ അത് മനസ്സിലാക്കാനും വിശ്വാസത്തില് ഉറച്ചു നിൽക്കാനും വിശ്വാസം പ്രഖ്യാപിക്കാനും എനിക്ക് പ്രത്യേക വരം നൽകണമേ. പ്രത്യേക വരം നൽകണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ.